തംശി ഫൗഖൽ അർളി ഇല്ലാ തവാദുആ ഫകം തഹ്തഹാ ഖൗമുൻ ഹുമൂമിൻ കർഫഊ. ഭൂമിയിൽ വിനയത്തോടെ നടക്കണം മനുഷ്യ. ഭൂമിന്റെ ചുവട്ടിൽ നിന്നെക്കാൾ എത്ര ബഹുമാനമുള്ളവരുണ്ട്, എത്ര സ്ഥാനമാനമുള്ള ശുഹദാക്കളുണ്ട്, എത്ര ഔലിയാക്കളുണ്ട്, എത്ര ഉലമാക്കളുണ്ട്, എത്ര മുത്തഖീങ്ങളുണ്ട്, എത്ര നാട്ടിലെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്ത പ്രമാണിമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഉമ്മാമമാരുണ്ട്. അവരൊക്കെ ജീവിച്ച ഭൂമിയിലാ ഞാൻ ഈ നടക്കുന്നത് എന്നൊരു ബോധം വേണേ. വഇൻ കുന്ത ഫീ ഇസ്സിൻ വഹിർസിൻ വമൻഅതി ഫകം മാത മിൻ ഖൗമിൻ ഹുമൂമിൻ കഅംനഊ. നീ നല്ല ശക്തിയിലും നല്ല പ്രൊട്ടക്ഷനിലും നല്ല ആൾവലയത്തിലും നല്ല കരുത്തിലുമാണ് ജീവിക്കുന്നതെങ്കിൽ നിന്നേക്കാൾ എത്ര കരുത്തന്മാര് മരിച്ചു പോയിട്ടുണ്ട്, എത്ര അംഗബലമുള്ള ആളുകൾ പോയിട്ടുണ്ട്, എത്ര കാവൽഭടന്മാരുള്ളവർ പോയിട്ടുണ്ട്. അതൊന്ന് ചിന്തിക്കണേ മനുഷ്യ. ഈ ആയത്ത് തെളിവെടുത്തിട്ട് അഹങ്കാരത്തിന്റെ ഒരു നടത്തവും അല്ല പൊരുത്തപ്പെടാത്ത ഒരു ഭാഷയും നീ സ്വീകരിക്കരുതെന്ന് പറഞ്ഞില്ലേ? വലാ തംശി ഫിൽ അർളി മറഹാ. ഈ ആയത്ത് തെളിവെടുത്തിട്ട് ഉലമാക്കള് പറഞ്ഞു, നൃത്തം ഹറാമാണ്, അഭിനയം ഹറാമാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടി മക്കളെ വിടരുതേ, അത് മത്സരിക്കാൻ വേണ്ടി വിടരുതേ. എത്ര വെങ്കലം കിട്ടിയാലും എത്ര സ്വർണം കിട്ടിയാലും എത്ര വെള്ളി നാണയം കിട്ടിയാലും ഉമ്മമാരെ വിട്ടേക്കരുതേ. അത് അഭ്യസിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്, അതിലുള്ള മാർക്ക് കൊണ്ട് മറ്റേതിന് മാർക്ക് കൂടുതലാന്നൊക്കെ പറയും. പക്ഷേ അല്ലാഹ് ഹറാമാക്കിയ ഒരു വിനോദം ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു മാർക്കും വേണ്ട, ഒരു വിജയവും വേണ്ട. എന്റെ വകയല്ല ഇമാം ഖുർത്തുബി തങ്ങളാ തെളിവ് പിടിച്ചത്. ഈ ആയത്തിന് തെളിവുണ്ട്. കാരണം നൃത്തം എന്ന് പറയുന്നത് ഒരു അഹങ്കാരത്തിന്റെ, അഭിനയം എന്ന് പറയുന്നത് ആ രൂപത്തിലൊരു ശൈലിയല്ലേ? വലാ തംശി ഫിൽ അർളി മറഹാ. നിനക്ക് അങ്ങനെയും ഇങ്ങനെയൊക്കെ ചെയ്യാനും ആടാനും പാടാനൊക്കെ കഴിയുന്നല്ലേ? പരിധി വിട്ട സന്തോഷമാണ് മറഹ് എന്ന വാക്കിന് ഇമാം റാസി തങ്ങൾ നൽകിയ നിർദ്ദേശം. അശദ്ദുൽ ഫറഹി, സാദാ സന്തോഷമല്ല, അതിര് കവിഞ്ഞ സന്തോഷം. അതൊരു മുഅ്മിന് ഈ ലോകത്ത് പറ്റുമോ? അതിര് കവിഞ്ഞ സന്തോഷത്തിന്റെ ലോകം ഇതല്ല. ആ ഒരു സന്തോഷത്തിന്റെ ലോകം വേറെ വരാറുണ്ട്. ഇത് വിനയത്തിന്റെ ലോകമാണ്, പരിമിതമായ സന്തോഷത്തിന്റെ ലോകമാണ്.